പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് 31 വില്ലേജുകളെ ഒഴിവാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം നിയോഗിച്ച വിദഗ്ധ സമിതി തള്ളിയതോടെ ആശങ്ക ഒഴിയാതെ മലയോര മേഖല. ഇതിൽ കൂടുതൽ വില്ലേജുകളും ഇടുക്കി ജില്ലയിലാണ് ഉൾപ്പെടുന്നത്. ESA കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി ജൂലൈ 27 അവസാനിക്കും. 2025 ജൂലൈ 31 കേന്ദ്രം പുറത്തിറക്കിയ കരട് വിജ്ഞാപനത്തിൽ 131 വില്ലേജുകളിലായി 9,993.7 ചതുരശ്ര കിലോമീറ്ററാണ് സംസ്ഥാനത്തെ ESA മേഖല. ഇടുക്കി ജില്ലയിൽ 23 വില്ലേജുകളായി 1,824.43 ചതുരശ്ര കിലോമീറ്ററാണ് ESAയിൽ ഉൾപ്പെടുന്നത്. എന്നാൽ 2024 നവംബറിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ ആകെ ESA വിസ്തീർണം 98 വില്ലേജുകളിലായി 8,590.69 ചതുരശ്ര കിലോമീറ്ററായി കുറയ്ക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ജനവാസ മേഖലകൾ, കൃഷിയിടങ്ങൾ, തോട്ടഭൂമി എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. എന്നാൽ ഇടുക്കിയിലെയും വയനാട്ടിലെയും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ നിലപാട്. വകുപ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്ത് ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കുമളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഇനം തിരിച്ചുള്ള എണ്ണം ചോദിച്ചിരിക്കുന്നത് ജനങ്ങൾ പരിഭ്രാന്തരാണ്. നമുക്കറിയാം, 34 വില്ലേജുകളെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇത് കൂട്ടിവായിക്കപ്പെടുന്നത് ഇവിടുന്ന് ജനങ്ങളെ കുടിയിറക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയുമായി ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ ബന്ധപ്പെടുകയുണ്ടായി. ഇത് ജനങ്ങൾക്ക് ആശങ്ക പരിഹരിക്കപ്പെടുവാൻ ഉള്ള ബാധ്യത സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കണം. മേഖലയിലെ 5 സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമാക്കിയ ഉത്തരവിൽ ജനങ്ങൾക്ക് എടുത്ത ആശങ്കയുള്ളതായും ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും മൂന്നാറിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗം ആവശ്യപ്പെട്ടിരുന്നു. 2013 ESAയുമായി ബന്ധപ്പെട്ട് ആദ്യ കരട് വിജ്ഞാപനം ഇറങ്ങിയത് മുതൽ മലയോര മേഖല ആശങ്കയിലാണ്. ഭൂപ്രശ്നങ്ങൾ രൂക്ഷമായ ഇടുക്കിയിൽ ESA ഉൾപ്പെടുന്ന വില്ലേജുകളിലെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നത് അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാൽ മാത്രമേ വ്യക്തമാകൂ. ESA കരട് വിജ്ഞാപനം 6 തവണ പുതുക്കിയിറക്കിയപ്പോഴും മലയോരത്തെ ആശങ്കകളും രൂക്ഷമായിക്കൊണ്ടിരുന്നു. ഇടുക്കി വിഷൻ, കുമളി.